മലയാള മനോരമ ഈ സർവേ റിപ്പോർട്ട് മൊത്തം പുറത്തു വിട്ടു. ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് സുഹൃത്തിന് സ്വന്തം പത്രമാണല്ലോ അതാ, അതിൻ്റെ വെറും കണക്ക് മാത്രം ഞാൻ വായിക്കുക. ആ കണക്കെല്ലാം പുറത്തു വന്നതാണ്. അതീവ ദരിദ്രരെ കണ്ടെത്തിയത് ഇങ്ങനെ: ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ കണ്ടെത്തിയ അതീവ ദരിദ്ര, അതാർക്കും വേണ്ടല്ലോ ജിജിലെ. നിങ്ങൾ അത് ഇറങ്ങുന്നുണ്ടോ അങ്ങനെ ഒരു പത്രം? ഇറങ്ങുന്നല്ലോ, എനിക്ക് സന്തോഷമുള്ളൂ. അതീവ ദരിദ്ര, ഞാനതുകൊണ്ട് കോൺഗ്രസിന്റെ ആളുകളെ വീട്ടിൽ ഭീഷണിപ്പെടുത്തി വാങ്ങി വായിക്കാതെ ഒരു കാര്യം ചെയ്യും, അദ്ദേഹം സംസാരിക്കട്ടെ. ദേശാഭിമാനി പത്രം അല്ല, പി കെ ഗോപൻ അവരുടെ പത്രത്തെ ആക്ഷേപിക്കണ്ട. അതിപ്പോ ആരും വായിക്കുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ചോദിക്കണ്ട. പിന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ നിങ്ങളുടെ സംസാരിക്കട്ടെ. ഞാൻ നിർത്തി. ശരി ശരി. അല്ല പി കെ ഗോപൻ അവരുടെ പത്രമാണല്ലോ, അതൊരു മാധ്യമ സ്ഥാപനമാണ്. നേരത്തെ 2 കോടി വാങ്ങിയ പത്രമാണ് നിങ്ങൾ. പത്രമല്ല വീക്ഷണം പത്രം ആരെങ്കിലും വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. വീക്ഷണം പത്രത്തിന്റെ കോപ്പി എത്രയാണ്? കോൺഗ്രസ് പ്രവർത്തകർ വായിക്കുന്ന പത്രം വീക്ഷണമാണോ മലയാള മനോരമയാണോ? നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ വീക്ഷണം പത്രത്തെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ സഖാക്കള് വീക്ഷണം വായിക്കണം നമ്മൾ പറഞ്ഞില്ല. വീക്ഷണം വായിക്കുമ്പോൾ താങ്കൾക്കാണോ കണക്ക് കിട്ടിയത്? താങ്കൾക്കറിയോ ആരൊക്കെ പത്രം വായിക്കുന്നുണ്ടെന്ന്? അതിന് ഞങ്ങളൊരു പത്രത്തെ ആക്ഷേപിക്കാൻ താങ്കൾക്ക് എന്താ അധികാരം? ഈ ദേശാഭിമാനി നാട്ടിലെല്ലാവരും വായിക്കുന്നുണ്ടോ? കള്ളം മാത്രം എഴുതുന്ന പത്രമല്ലേ ദേശാഭിമാനി?